42 വർഷമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. എനിക്കിപ്പോൾ 42 വയസ്സായി. 42 വർഷമായിട്ട് ഞാൻ ഇവിടെ കണ്ട ജീവിതവും അതിൽ നിന്നും ഈ സെർച്ച് വഴി പഠിച്ച കാര്യങ്ങളും അത് വളരെ ലഘുവായിട്ടുള്ള രീതിയിൽ പറയാൻ പറ്റണം. ബിക്കോസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ പുതിയതല്ല. പക്ഷേ യൂഷ്വലി ആൾക്കാർ ഇത് പറയുന്നത് വലിയ വലിയ തത്വങ്ങളും വാക്കുകളും ആർക്കും മനസ്സിലാവാത്ത ചില സാഹിത്യമൊക്കെ ഉപയോഗിച്ച് പറയുമ്പോഴേക്കും ഞാൻ തന്നെ ആലോചിക്കും, ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാൻ പറ്റില്ലേ? അപ്പോൾ പറ്റാവുന്ന അത്രയും സിമ്പിളായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്കൊന്ന് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുമ്പോഴും ആർക്കും ഇതെന്താ ഈ പറയുന്നത് എന്ന് അതിൻ്റെ ഉള്ളിലുള്ള മീനിങ് കാരണം തോന്നാം. വാക്കുകളിൽ അത് തോന്നുന്നില്ലല്ലോ. ഞാൻ കടുംകട്ടിയായിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. പക്ഷെ പറയുന്നത് കടുംകട്ടിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് നമ്മളെല്ലാവരും ആ കടുംകട്ടിയായിട്ടുള്ള ആ സംഭവമാണ്. ഇറ്റ്സ് കോൾഡ് ലൈഫ്. ലൈഫ് മാത്രമേ ഉള്ളൂ. ലൈഫ് അല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇത് നിങ്ങൾ സ്വയം കുറച്ച് നേരം അത് അയവറക്കേണ്ടതായിട്ടുണ്ട്. എനിക്കിത് പറഞ്ഞുതരാനേ പറ്റുള്ളൂ. ഇനി ഇതിനെ കൊണ്ട്, ഈ ഇൻഫർമേഷൻ കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെയും അവകാശമാണ്. പക്ഷേ ആ ഒരു ചിന്ത നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ വലിയ കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളിനി ഇത് പോയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ചർച്ച ചെയ്യും, നിങ്ങളിത് സംസാരിക്കും. അപ്പോൾ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും. ഞാൻ ചോദിച്ചു വന്നത് 4 പതിറ്റാണ്ട്, ഇപ്പോൾ 25 അല്ല 40 വർഷം കടന്നു എന്ന് പറയുമ്പോൾ 4 പതിറ്റാണ്ട് നീളുന്ന ലെനയുടെ അന്വേഷണം ലെന ഒരു പുസ്തകമാക്കുന്നു. ആ പുസ്തകം ഒരു സമൂഹത്തിന് മുമ്പിൽ വെക്കുന്നു. നോർമൽ അല്ലാത്ത മനുഷ്യർ ഇത് എളുപ്പം മനസ്സിലാക്കുമെന്നും അല്ലാത്തവരിലേക്ക് പതിയെ പതിയെ ഇത് എത്തിച്ചേരുമെന്നുമുള്ള ആത്മവിശ്വാസം ലെന പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഈ സമൂഹം ഇങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ വളരെ എളുപ്പം ഇത് സ്വീകരിക്കപ്പെടുമായിരുന്നു എന്നും, ഈ പുസ്തകത്തിൻ്റെ വിൽപ്പന ഒരറ്റത്ത് നടക്കുന്നുണ്ട്, സമൂഹം സ്വീകരിക്കുന്നു എന്ന ഒരു തർക്കം ലെനക്ക് ഉന്നയിക്കാനുണ്ട്. ഞാൻ പറയുന്നത് ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒന്ന്, എല്ലാവരും എളുപ്പം ഉൾക്കൊള്ളുന്ന ഒന്ന് എന്നത് അത്ര കയ്യടി കിട്ടേണ്ട കാര്യമാണ് എന്ന അഭിപ്രായവും എനിക്കില്ല. പക്ഷേ ഈ സമൂഹം മറ്റൊരു തരത്തിലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഈ സമൂഹം തന്നെ ഇങ്ങനെ അല്ലാതെ പോയിരുന്നെങ്കിൽ, ഇപ്പോൾ ലെന പറയുന്നു വിവാഹ ജീവിതമല്ലാത്ത ഒരു ജീവിതം ഞാൻ നയിക്കുന്നത് കൊണ്ട് എൻ്റെ മുമ്പിൽ ഈ സാധ്യതകളുണ്ട് എന്ന് ലെന പറയുന്നു. പലപ്പോഴും കുടുംബ ജീവിതത്തിൽ ഈ സാധ്യതകൾ ഉണ്ടാവാറില്ല എന്ന് പറയുന്നു. നാം തുടർന്നു പോരുന്ന കുടുംബ സങ്കല്പത്തെയൊക്കെ ഒന്ന് മറികടന്നാൽ മറ്റൊരു ജീവിതം സാധ്യമാണ് എന്നും, അവിടെ അന്വേഷണത്തിൻ്റെ തലം കുറച്ചുകൂടെ എളുപ്പം സാധ്യമാകും എന്നുള്ള തോന്നൽ എനിക്കുണ്ടോ? അത് ഓരോരുത്തരുടെയും വാസനയാണ്.